അയാൾക്ക് വായിൽ കലശലായ പല്ലുവേദനയുണ്ടായിരുന്നു. ഒരു പല്ല് ദ്രവിച്ച് ബാഡ്ലി ഡിക്കേ ആയതുകൊണ്ടാണ് ഇത്രയും വേദന. സഹികെട്ട് അയാൾ തന്റെ പഴയ ഷൂവിന്റെ കൂർത്ത ഭാഗം പല്ലിൽ വെച്ച് ഒരു കല്ലുകൊണ്ട് ശക്തിയായി അടിച്ചു. പക്ഷേ പല്ലിളകിയില്ലെന്ന് മാത്രമല്ല, അയാൾക്ക് ബോധക്ഷയമുണ്ടായി. ബോധം തെളിഞ്ഞപ്പോൾ അടുത്ത് കുറച്ച് പാഴ്സലുകൾ കിടക്കുന്നത് കണ്ടു. ആകാംക്ഷയോടെ ഓരോന്നായി തുറന്നു നോക്കി. എന്നാൽ അതൊക്കെയും ഒരുപകാരമില്ലാത്ത സാധനങ്ങളായിരുന്നു. അതിനിടയിൽ ഒരു പാഴ്സലിൽ അയാൾക്ക് അടിയിൽ ഒരു മെറ്റൽ പ്ലേറ്റുള്ള പുതിയ ഷൂ കിട്ടി. അതുപയോഗിച്ച് അയാൾ തേങ്ങ പൊതിക്കാൻ തുടങ്ങി. പിന്നീടൊരു വാട്ടർ പ്രൂഫ് സ്യൂട്ടും കിട്ടി. അതണിഞ്ഞ് മീൻ പിടിക്കാൻ കടലിലേക്ക് പോയി. ഒരുപാട് പരിശ്രമിച്ചിട്ടും ചെറിയൊരു മീനിനെ മാത്രമേ കിട്ടിയുള്ളൂ. അത് പച്ചയ്ക്ക് കഴിക്കേണ്ടി വന്നു. ആ രുചി അയാളെ വല്ലാതെ വോമിറ്റ് ചെയ്യിപ്പിച്ചു. പിന്നീടൊരു ഞണ്ടിനെ പിടിച്ചെങ്കിലും അതിന്റെ രൂപം അയാളെ അറപ്പിച്ചു. അടുത്തതായി അയാൾ തീ ഉണ്ടാക്കാൻ ശ്രമിച്ചു. കമ്പുകൾ തമ്മിൽ ഉരസിയപ്പോൾ കൈ മുറിഞ്ഞു. ക്ഷീണിതനായി അയാൾ ദേഷ്യത്തോടെ ചുറ്റും കണ്ടതെല്ലാം വലിച്ചെറിഞ്ഞു. എന്നിട്ടും സ്വയം സമാധാനിപ്പിച്ച് വീണ്ടും ശ്രമിച്ചപ്പോൾ തീ കത്തി. അടുത്ത ദിവസം അയാൾ ഒരു മൃതദേഹം തീരത്ത് കണ്ടു. അയാൾ നീന്തി അതിനടുത്തെത്തി. മൃതദേഹം കാട്ടിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുപോയി. പോക്കറ്റിൽ ഒരു വാലറ്റ് കണ്ടു. അതിലെ ID കാർഡിൽ അതൊരു നേവി ഓഫീസറാണെന്ന് കണ്ടു. അതോടെ അയാൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ഉറപ്പായി. ഒരു കേടായ ബോട്ട് കണ്ടെത്തി അത് നന്നാക്കി. അടുത്ത പ്രഭാതത്തിനായി കാത്തിരുന്നു. കടലിലേക്ക് ഇറങ്ങിയപ്പോൾ വലിയ തിരമാലകൾ അയാളെ പിന്നോട്ട് തള്ളിയിട്ടു. എന്നിട്ടും അയാൾ പോരാട്ടം തുടർന്നു.